Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിയറിംഗ് ആണ്. അതായത് റിലീസ് ഹബ്ബ് ഇട്ട് ചെയ്യുന്ന സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ നമുക്കിപ്പം ഊരിയെടുക്കാൻ പറ്റും. സ്റ്റിയറിംഗ് തന്നെ നമ്മൾ ചെയ്യുന്ന രണ്ടാമത് ചെയ്യുന്ന സ്റ്റിയറിംഗ് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിനൊരു ഹബ്ബ് ആഡ് ചെയ്യും. റിലീസ് ഹബ്ബ് എന്നാണ് അതിന് പറയുന്നത്. നമുക്കിപ്പം ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒന്ന് റിമൂവ് ചെയ്യാം. അതിനാദ്യം വേണ്ടത് 40 T ഫ്ലേവറാണ് വേണ്ടത്. അത് ചെറുത് തന്നെ വേണം. അതിട്ടതിന് ശേഷം മാത്രമേ ഇയോണിൻ്റെ സ്റ്റിയറിംഗ് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സൈഡിലായിട്ടൊരു ഹോളുണ്ട്. ഈ ഹോളിനകത്ത് 40 ഫ്ലേവർ ഇട്ടാണ് നമ്മൾ ഊരേണ്ടത്. അപ്പോൾ നമുക്കത് സ്റ്റിയറിംഗ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ സ്ക്രൂ രണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം. അതിൻ്റെ മേൽഭാഗം നോർമലി തന്നെ ഊരിയെടുക്കാവുന്നതാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടെർമോക്കോളിനകത്ത് വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള പീസ് നമുക്ക് ഇതിനകത്ത് ഈ ബോക്സ് നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി 19 ബോക്സ് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗ് നമ്മൾ ലോക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റിയറിംഗ് ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഏത് സ്റ്റിയറിങ്ങിൻ്റെ ബോൾട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റിയറിംഗ് ഇതേപോലെ 2-3 തട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഇതുപോലെ ഊരി വരും. ഇത്രയാണുള്ളത് ഇയോണിൻ്റെ സ്റ്റിയറിംഗ് വന്നിട്ട്. നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഹബ്ബ് സെറ്റ് ചെയ്യാം. ഹബ്ബ് വന്നിട്ട് ബോസ്കിറ്റാണ് ഹബ്ബ്. ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ഈ ഹബ്ബുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. ഉണ്ടായൊരു ഹബ്ബാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 3 ലൈൻ ഇതേപോലെ 3 ഡോട്ട് വരും. 3 ഡോട്ട് ഇതേപോലെ സെയിം ആംഗിൾ വന്നിട്ട് ഒരു ഡോട്ട് മേളിലായിട്ട് വരും. അതാണ് ഇയോണിന് അല്ല ഉണ്ടായി എന്നറിയാനായിട്ട്. സുസുക്കി ആണെന്നുണ്ടെങ്കിൽ ഈ 2 സൈഡിൽ മാത്രമേ ഹോള് വരത്തുള്ളൂ. ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. നമുക്ക് ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് സെറ്റ് ഇതുപോലെ ഹബ്ബിൽ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ലൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ടാണ്. നമ്മൾ ഇതേപോലെ ഹോണിൻ്റെ ഇവിടുത്തെ പിൻ നമ്മൾ വളച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഈ ഒറ്റ മില്യൻ വളയ്ക്കണം. ബെൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂവിലൊന്ന് തട്ടി എന്നിട്ട് ഹോണിൽ സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ടയർ കറക്റ്റ് നിർത്തിയതിന് ശേഷം ഇതിലേക്ക് സ്റ്റിയറിംഗ് ഇറക്കി വയ്ക്കുക. അതിനുശേഷം സ്റ്റിയറിങ്ങിനകത്ത് ഇടാനുള്ള എല്ലാം ബോൾട്ടും മറ്റു കാര്യങ്ങളെല്ലാം തിരിച്ച് ഇതിൽ തന്നെ ഇട്ടതിന് ശേഷം സ്റ്റിയറിംഗ് ഒന്ന് ടൈറ്റ് ചെയ്യണം. ഫുള്ള് ടൈറ്റ് ചെയ്യണം. കാര്യം നമുക്ക് ഇനി സ്റ്റിയറിംഗ് ഊരിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു കുടുക്കം വരുന്നത്. അതിനുശേഷം നമ്മൾ ഇട്ട് ടൈറ്റ് വെച്ച സ്ക്രൂ എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. നമ്മൾ സ്റ്റിയറിംഗ് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിലീസ് ഹബ്ബ് എങ്ങനെയാണെന്നുള്ള പരിചയപ്പെടാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മോമോയുടെ റിലീസ് ഹബ്ബാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിലായിട്ടിടാം. ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുല്ല് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഊരിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വേറെ കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ കയറ്റുക. കറക്റ്റ് ലോക്കിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ലോക്കായി നിൽക്കും. ഫിക്സ് ചെയ്യേണ്ടത് ഹബ്ബിൻ്റെ മേളിലായിട്ടാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഫിക്സിങ് വരുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ റിലീസ് ഹബ്ബിൻ്റെ അടിയിലത്തെ ഭാഗം നമ്മൾ റിലീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ വയറായിട്ട് ഒരു വയർ മതി. നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ വയർ, നമുക്ക് ബ്ലാക്ക് ആയിരിക്കാം റെഡ് ആയിരിക്കാം, അതിൽ ഏതെങ്കിലും ഒരു കളർ നമ്മൾ ചോയ്സ് ചെയ്തിട്ട് നമ്മൾ നോർമൽ ഹബ്ബുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. നോർമൽ ഹബ്ബിനകത്ത് വരുന്ന ഈ റെഡ് വയറായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഹബ്ബ് സെറ്റ് ചെയ്യാം. നമുക്ക് ഹബ്ബ് സെറ്റ് ചെയ്യാനായിട്ട് ഹബ്ബിൻ്റെ കൂടെ നമ്മൾ റിലീസ് ഹബ്ബിൻ്റെ കൂടെ തന്നെ നമുക്ക് ടോട്ടൽ ഒരു 7 ബോൾട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ബോൾട്ട് അത് നമ്മൾ സെറ്റ് ചെയ്യുക. ബോൾട്ടൊന്നും ഒരുമിച്ച് ടൈറ്റ് ചെയ്യരുത്. എല്ലാം ഒരു 80% ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടൈറ്റ് ചെയ്യാവൂ. ഒരുമിച്ച് ടൈറ്റ് ചെയ്യാവൂ. അല്ലാതെ ടൈറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ കോണിപ്പുണ്ടാവും. ഒരുവിധം ടൈറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം മാത്രമേ ടൈറ്റ് ചെയ്യാവൂ.
നമ്മൾ ഹോൺ ക്ലിപ്പിൻ്റെ ഇവിടുത്തെ കമ്പി കട്ട് ചെയ്ത് കളയണം. ഒരു പീസ് കമ്പിയുണ്ട്, ആ കമ്പി നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് റിലീസ് ഹബിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പോരാത്തതിന് ഇത് അടിയിൽ നിന്ന് ഇടരുത്. നമ്മുടെ നോർമൽ ഹബിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ നിന്നാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഹബിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അടിയിൽ സെറ്റ് ചെയ്യരുത്, മേളിൽ നിന്ന് മാത്രം സെറ്റ് ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്ക് ലോക്ക് കറക്റ്റ് ആവത്തില്ല. ഇങ്ങനെ മാത്രമേ സെറ്റ് ചെയ്യാവൂ. എന്നിട്ട് ഈ വലിയ ബട്ടണിനകത്ത് കൊടുക്കുക. ഈ ചെറുതി കൊടുക്കരുത്, വലിയ ബട്ടണിനകത്ത് ഹോണിൻ്റെ മെയിൻ കേബിൾ കണക്ട് ചെയ്യുക. അത് മൊത്തം 6 അലങ്ങി ബോൾട്ട് വരുന്നുണ്ട്. എല്ലാം സ്റ്റീൽ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ ബ്ലൂവിൻ്റെ ഇടയിൽ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ സെൻറ്ററാണെന്ന് നോക്കാം. അപ്പോൾ സെൻറ്റർ തന്നെയാണ് കറക്റ്റ് കിട്ടിയിരിക്കുന്നത്. സെൻറ്റർ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ചെയ്യുന്നിടത്ത് അധികം കിട്ടാറില്ല. വണ്ടി നമ്മൾ ഓട്ടിച്ച് നോക്കിയിട്ടാണ് പിന്നെ ബാക്കിയുള്ളതെല്ലാം സെൻറ്ററെല്ലാം കറക്റ്റ് ചെയ്യുന്നത്. മീൻസ് നമുക്ക് ഹോൺ കേൾക്കുന്നുണ്ടോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഹോൺ കേൾക്കുന്നുണ്ടോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ സ്റ്റെബിളിൻ്റെ 6 പൈപ്പ് ഹോണാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് അടിച്ചു നോക്കാം വർക്കാവുന്നുണ്ടോ അല്ലേ എന്ന്. എന്നാൽ സ്റ്റെബിളിൻ്റെ 6 പൈപ്പ് ഹോണാണ് ചെയ്തിരിക്കുന്നത്. അതായത് ബാബ്സിൻ്റെ വണ്ടി ചെയ്തിരിക്കുന്ന സെയിം ഹോൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഉള്ളത് നമ്മളെ റിലീസ് ഹബ്ബ്. ഇതാണ് നമ്മൾ റിലീസ് ഹബ്ബ് വരുന്നത്. സ്റ്റിയറിംഗ് നമുക്ക് റിലീസ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ നോർമൽ ഹബ്ബിൻ്റെ പുറത്ത് വയ്ക്കുന്നുണ്ട്. ചെറുതായിട്ട് 2.5 ഇഞ്ച് ഹൈറ്റും കൂടെ നമുക്ക് എക്സ്ട്രാ അതിനകത്ത് വരും. അത്രയേ ഉള്ളൂ. റണ്ണിങ്ങിൻ്റെ ഇടയിൽ ഊരിയെടുക്കാം, വേറെ വിഷയമൊന്നുമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഈസിയാണ് ക്ലിപ്പ് ചെയ്യാനല്ല. ഇതാണ് നമ്മളെ റിലീസ് ഹബ്ബ് സെറ്റ് ചെയ്തത്.